രാജകീയമായി ഇന്ത്യ T20 ഫൈനലിൽ തോൽവികളുടെ ചരിത്രം തിരുത്തിക്കുറിച്ച് ടീം ഇന്ത്യ. അങ്ങനെ രാജകീയമായ ഒരു ഫൈനൽ കൂടി നേരിടാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. എതിരാളികളായി സൗത്ത് ആഫ്രിക്കയും. രണ്ട് ടീമും ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഫൈനലിൽ എത്തുന്നത് എന്നുള്ള പ്രത്യേകതയും ഈ T20 ഫൈനലിന് ഉണ്ട്. പണ്ടത്തെ കണക്കുകളും എഴുത്തുകളും എല്ലാം ഒഴിവാക്കാം. പണ്ടത്തെ ചരിത്രവും റെക്കോർഡുകളും ഒഴിവാക്കാം. നാളെ നടക്കുന്ന അവസാന ഫൈനൽ മത്സരത്തിന് ശേഷം അറിയാം ഈ വർഷത്തെ T20 വേൾഡ് കപ്പ് രാജാക്കന്മാർ ആരാണെന്ന്. ഇംഗ്ലണ്ടുമായി നടന്ന സെമി ഫൈനൽ മത്സരം ഒരുപക്ഷെ കാലാവസ്ഥയും മഴയും കാരണം ഉപേക്ഷിക്കും എന്നായിരുന്നു ആദ്യം തോന്നിയിരുന്നത്. എന്നാൽ പിന്നീട് അനുകൂല കാലാവസ്ഥ ആയതിനാൽ കളി ആരംഭിച്ചു. എന്നാൽ കളിയുടെ ആദ്യ 8 ഓവർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ മഴ വീണ്ടും രസം കൊല്ലിയായി എത്തി. തുടർന്ന് ഓവർ വെട്ടിച്ചുരുക്കുമെന്ന് കളി മാറ്റിവെക്കുമെന്നോ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മഴയൊന്ന് ശമിച്ചതോടെ വീണ്ടും കളി ആരംഭിച്ചു. ഇത്തവണയും നായകൻ രോഹിത് ശർമ്മ തന്നെയാണ് ടീം ഇന്ത്യക്ക് തുണയായത്. ഓപ്പണിംഗ് ഇറങ്ങി 39 പന്തുകളിൽ 57 റൺസാണ് ഇന്നലെ ഹിറ്റ്മാൻ നേടിയത്. കഴിഞ്ഞ കളിയിലെ പരാജയം പോലെ തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ അവസ്ഥ. 2 അക്കം കടക്കാൻ ഇന്നലെയും വിരാട് കോഹ്ലിക്ക് സാധിച്ചില്ല. തുടർച്ചയായി ബാറ്റിംഗിൽ പൂർണ്ണ പരാജയമാവുകയാണ് വിരാട് കോഹ്ലി. ഇന്നലെ വിരാട് കോഹ്ലി നേടിയത് 9 റൺസ് മാത്രമാണ്. വിരാട് കോഹ്ലി ഔട്ട് ആയതോടുകൂടി ഋഷഭ് പന്തിന്റെ വരവായിരുന്നു. എന്നാൽ സെമി ഫൈനലിൽ പ്രതീക്ഷിക്കത്ത ഉയരാൻ ഋഷഭ് പന്തിന് ആയതുമില്ല. 6 ബോളിൽ 4 റൺസ് മാത്രമായിരുന്നു ഋഷഭ് പന്തിന്റെ സമ്പാദ്യം. അടുത്തത് സൂര്യകുമാർ യാദവിന്റെ ഊഴമായിരുന്നു. ഒരു മെല്ലെത്തുടക്കമായിരുന്നുവെങ്കിലും സൂര്യകുമാർ യാദവ് മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. 36 പന്തിൽ 47 റൺസ് എടുത്താണ് അദ്ദേഹം മടങ്ങിയത്. പിന്നാലെ എത്തിയ ഹാർദിക് പാണ്ഡ്യയും ബാറ്റിംഗ് മോശമാക്കിയില്ല. 13 പന്തിൽ 23 റൺസാണ് അദ്ദേഹം നേടിയത്. അതിൽ എടുത്തു പറയേണ്ടത് അദ്ദേഹം നേടിയ 2 സിക്സുകളെ പറ്റിയാണ്. ക്യാച്ച് എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലുള്ള 2 ഫ്ലാറ്റ് ഷോട്ടുകൾ. എന്നാൽ ആ ഫ്ലാറ്റ് ഷോട്ടുകൾ രണ്ടും ചെന്ന് വീണത് ബൗണ്ടറി ലൈനിന് വെളിയിൽ. 2 ഫ്ലാറ്റ് സിക്സുകൾ. ശേഷമിറങ്ങിയ രവീന്ദ്ര ജഡേജയും മോശമാക്കിയില്ല. 9 ബോളിൽ 17 റൺസാണ് രവീന്ദ്ര ജഡേജ പുറത്താകാതെ നിന്ന് നേടിയത്. ശിവം ദൂബെ വീണ്ടും പൂർണ്ണ പരാജയമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. നേരിട്ട 1-ാം പന്ത് തന്നെ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി ശിവം ദൂബെ പരാജയമായി ഡഗ്ഔട്ടിലേക്ക് കടന്നു. അക്ഷർ പട്ടേൽ 6 ബോളിൽ 10 റൺസ് നേടി പുറത്തായി. അങ്ങനെ 20 ഓവറിൽ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 171 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിലെത്തി. ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 20 ഓവറിൽ 172 റൺസും. ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരുടെ ഓപ്പണിംഗ് നിരയും മധ്യനിരയും വാലത്തെ നിരയും ശക്തമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു അനായാസ വിജയമായിരിക്കാം ഇംഗ്ലണ്ട് പ്രതീക്ഷിച്ചിരുന്നത്. അതിനൊത്ത തുടക്കവുമായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. ജോസ് ബൾഡനും ഫിൽ സാൾട്ടും വേഗത്തിൽ തന്നെ തുടങ്ങി. എന്നാൽ ആ വേഗത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ബട്ട്ലറെ പുറത്താക്കി അക്ഷർ പട്ടേൽ ആദ്യ പ്രഹരം ഇംഗ്ലണ്ടിന് മേൽ ഏൽപ്പിച്ചു. പിന്നീട് പി സാൾട്ടും ബാരിസ്റ്റോയും മോയിൻ അലിയും സാം കരണുമൊക്കെ പെട്ടെന്ന് കൂടാരം കയറി. അങ്ങനെ 8 ഓവർ അവസാനിക്കുമ്പോഴേക്കും 49-ന് 5 എന്ന ദാരുണ നിലയിലായി ഇംഗ്ലണ്ട്. ഹാരി ബ്രൂക്കും വാലത്തത്ത് ജോഫ്ര ആർച്ചറും മാത്രമാണ് ഒന്ന് പൊരുതി നോക്കിയത്. ഹാരി ബ്രൂക്ക് 25 റൺസും ആർച്ചർ 21 റൺസും നേടി. ഇന്ത്യൻ ബൗളർമാർക്ക് പിന്നീട് ഒരു ചടങ്ങ് തീർക്കൽ മാത്രമായി ബാക്കിയുള്ള വിക്കറ്റുകൾ. അങ്ങനെ 16.4 ഓവറിൽ ആർച്ചറേയും മടക്കി 103 റൺസിന് ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ടാക്കി ഇന്ത്യ രാജകീയമായി ഫൈനലിലേക്ക് കടന്നു. ഇന്ത്യക്ക് വേണ്ടി ബുംറ 2 വിക്കറ്റും അക്ഷർ പട്ടേലും കുൽദീപ് യാദവും ചേർന്ന് 3 വിക്കറ്റും വീഴ്ത്തി. സ്പിൻ മാന്ത്രികതയിലാണ് സൂപ്പർ ലൈറ്റിലും ഇന്ത്യ വിജയിച്ചത്. അതേ സ്പിൻ മാന്ത്രികത സെമി ഫൈനലിലും പ്രവർത്തിച്ചതോടെ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ 68 റൺസിന്റെ വിജയം സ്വന്തമാക്കി. 2022 വേൾഡ് കപ്പിലെ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റ തോൽവിക്ക് ഒരു മറുപടിയായിരുന്നു ഇന്ത്യയുടെ ഈ രാജകീയ വിജയം. അതുകൊണ്ട് തന്നെ ചരിത്രം ആവർത്തിക്കപ്പെടാതെ ചരിത്രം തിരുത്തിക്കുറിച്ച് ഇന്ത്യ T20 വേൾഡ് കപ്പിന്റെ ഫൈനലിൽ കടന്നു. നാളെ രാജകീയമായ ഫൈനലിന് വേദി ഒരുങ്ങുകയാണ്. എതിരാളികൾ സൗത്ത് ആഫ്രിക്കയും. സെമി ഫൈനലിൽ തോൽക്കുക എന്നത് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ശാപമായിരുന്നു. എന്നാൽ അതിൽ നിന്നും ശാപമോക്ഷം കിട്ടിയാണ് സൗത്ത് ആഫ്രിക്ക ഈ വട്ടം ഫൈനലിൽ എത്തിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയെ ഇന്ത്യക്ക് പേടിച്ചേ മതിയാകൂ. നാളത്തെ ഫൈനൽ ആവേശം ഒട്ടും കുറയില്ല എന്ന് ഉറപ്പാണ്. തീ പാർന്ന പോരാട്ടമായിരിക്കും നാളെ മൈതാനത്ത് നടക്കുക. ആ പോരാട്ടത്തിനൊടുവിൽ 2024 വേൾഡ് കപ്പ് T20 രാജാക്കന്മാരെ നമുക്ക് അറിയാൻ സാധിക്കും. അത് നമ്മളുടെ ഓരോ ക്രിക്കറ്റ് ആരാധകരെയും പോലെ ഇന്ത്യ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം.